ഹലോ ഹായ് ഗൈസ്. ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ് നായകനായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മൂവി സെപ്റ്റംബർ 12 ഇന്ന് റിലീസായതാണ്. 3Dയിലും അതുപോലെ തന്നെ 2D വെർഷനിലുമായിട്ട് ഇറക്കിയിട്ടുണ്ട്. 3D ഗ്ലാസ് വെച്ച് നമുക്ക് കാണാം. അതാണ് ഒരു പ്രത്യേകത. ആദ്യം തന്നെ പറയട്ടെ, ഈ ചെറിയ ചാനലിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അത് ടൊവിനോ ആണെങ്കിലും അതിൻ്റെ അണിയറ പ്രവർത്തകരാണെങ്കിൽ തന്നെയും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. അത് 3 വ്യത്യസ്ത വേഷങ്ങളിലാണ് ടൊവിനോ ഇതിനകത്ത് വരുന്നത്. ഇന്ത്യ ആകുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടവും അതിനുശേഷം കേരളം ആകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടവും ആയിക്കഴിഞ്ഞിട്ട് ഏറെക്കുറെ 90കളിൽ അല്ലെങ്കിൽ 85-90കളിലുള്ള ഒരു കാലഘട്ടവുമാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ആ 3 ക്യാരക്ടറിനെയും ടൊവിനോ അവതരിപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറയാനായിട്ടുള്ളത് ആ 3 ക്യാരക്ടറിൽ രണ്ടാമത്തെ ക്യാരക്ടറായിട്ടുള്ള മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറാണ് ശരിക്കും ആ പടത്തിൽ ഉടനീളം അഴിഞ്ഞാടിയിരിക്കുന്നത്. ആദ്യത്തെ ക്യാരക്ടർ ഒരു കേളു നായർ, അതാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് എൻ്റെ പേര്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ വളരെ നല്ല ഇൻട്രൊഡക്ഷനൊക്കെ തന്നെയാണ്. ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഈ 3 ക്യാരക്ടേഴ്സിൻ്റെയും ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അതാണ് ആ കഥയുടെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. 3 കാലഘട്ടത്തിലുള്ള കഥാപാത്രങ്ങൾ ആദ്യത്തെ 10 മിനിറ്റിലെ ഇൻട്രൊഡക്ഷൻ വരികയാകുമ്പോൾ അല്ലെങ്കിൽ 15 മിനിറ്റിലെ ഇൻട്രൊഡക്ഷൻ വരികയാകുമ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കഥാപാത്രത്തിന് അതായത് ആദ്യത്തെ 3 കഥാപാത്രത്തിൽ ആദ്യത്തേത് ഏറ്റവും പഴയ ക്യാരക്ടറായിട്ട് കാണിക്കുന്നതിന് കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതൊരു എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമാണ്. അതിന് ഈ കഥയിൽ അങ്ങനെ കുറഞ്ഞുപോയി എന്ന് വിചാരിച്ചിട്ട് അതിന് ഇമ്പാക്റ്റ് ഒരു പ്രോബ്ലം കാണിക്കുന്നൊന്നുമില്ല. രണ്ടാമത്തെ ക്യാരക്ടറായിട്ടുള്ള മണി എന്ന് പറയുന്നത് ഭീകരമായ ക്യാരക്ടറാണ്. കുറച്ചുകൂടെ എന്താണ് നമ്മുടെ ട്രെയിലറിലൊക്കെ പറയുന്നത് പോലെ ഒരു കള്ളനാണ്. ആ ആളുടെ ഒരു ചെയ്തികളും നാട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുറച്ച് എക്സ്ട്രീം ലെവൽ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ സാധാരണക്കാരനായ ഒരാൾ തന്നെയാണ്. ഇതിൽ 3 പേരും തമ്മിൽ കണക്ഷൻസ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അജു വർഗീസ് ഒരു പോലീസ് ഓഫീസറായിട്ടുണ്ട്. സാധാരണ ഒരു കോമഡി ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കുറച്ച് പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ ബേസിൽ ജോസഫ് മുഴുനീള കഥാപാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമഡീസോ അങ്ങനെയൊന്നുമല്ല. സിറ്റുവേഷൻ സാധനങ്ങൾ മാത്രമാണ്. അതൊന്നും ഒരു ഏറ്റക്കുറച്ചിൽ, അതിൻ്റെ ഒരു കുറച്ചിലായിട്ടൊന്നും പറയാനൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കഥയുടെ അതൊരു പോരായ്മയായിട്ടൊന്നും പറയാനൊന്നുമില്ല. കഥാഗതിയിൽ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. പിന്നെ ഇതിനകത്ത് ക്യാമറ ഒരു രക്ഷയില്ലാത്ത ക്യാമറ വർക്കാണ്. പ്രത്യേകിച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തേക്കുന്നത്. അതും കൊറിയോഗ്രാഫി കിടിലം, ഒരു രക്ഷയില്ലാത്ത കൊറിയോഗ്രാഫിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ 3D എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില 1-2 സീനുകളുണ്ട്. അതായത് ഒരു പറഞ്ഞ സ്പോയിലറായി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ചില ഏരിയാസ് ഉണ്ട്. അതായത് രണ്ടാമത്തെ കഥാപാത്രം പോകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം ചെന്നിറങ്ങുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ചില 3D എലമെന്റ്സ് വരുന്നതൊക്കെ നന്നായിട്ട് അത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ അത് അത്ര 3D അങ്ങോട്ട് എറിച്ചിട്ടില്ല എന്ന് ചില ഭാഗങ്ങൾ തോന്നാറുണ്ട്. അത് പക്ഷേ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അത് മേ ബി സ്ക്രീനിൻ്റെയും കൂടെ ചില പ്രോബ്ലം ആയിരിക്കാം. അല്ലാതെ ബാക്കിയുള്ള പോർഷൻസ് ഒന്നും ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. മൊത്തത്തിൽ പടം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്, മുത്തശ്ശി കഥ പോലെ എന്ന് അവസാനം പറയുന്നത്. മുത്തശ്ശി കഥ പോലെ തന്നെയാണ് ആ പടത്തിൻ്റെ ഒരു പോക്ക്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. 3D വെർഷൻ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. പടം കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പടം കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറഞ്ഞാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം.